തിത്തി തിത്തി നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തും. പാല് കരയുമ്പോ ആര്യയും കരയും. പാലുവിനെ പോലെ ഇവളും കരയും ചിലപ്പോ. ഇല്ല എന്റെ മടിയിൽ വന്നിരിക്കുമ്പോ പാലിന്റെ ഇടയിൽ കൂടി കയറി അവള് വന്നിരിക്കും. ആര്യ മടിയിൽ വന്നിരിക്കുന്ന പാലും ഇഷ്ടമല്ല, പാലും ഇടയിൽ കയറും. അപ്പൊ ഇവള് പിണങ്ങും. അമ്മയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും സ്കാനിങ്ങിന് പോയിട്ട് തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി കയറുമ്പോഴേ അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ ചുമ്മാ ഇട്ട പോസ്റ്റ് പിന്നെ അങ്ങോട്ട് അത്ഭുതമായി അത്ഭുതമായി. ആലുവിന്റെ അമ്മ ആര്യാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടോ? എന്റെ ചേച്ചി അതിനെ പറ്റി ഒന്നും പറയണ്ട. ആണ് ശരിക്കും തെറ്റിദ്ധരിക്കുന്നുണ്ട് നല്ലോണം. തെറ്റ് തന്നെയല്ല, അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അമ്മയുടെ അടുത്തൊക്കെ എന്തെങ്കിലും ചോദിക്കാറ്? നമ്മുടെ ഇന്റർവ്യൂ കണ്ടവരൊക്കെ ആണെങ്കിൽ ശരി, അല്ലാതെ ഓരോ കടകളിൽ പോകുമ്പോഴത്തേ മോള് കരയണു കേട്ടോ, അവൻ അനിയത്തിയാണ്. നമ്മൾ തുടങ്ങുമ്പോ ഭയങ്കര പ്രശ്നങ്ങൾ നമുക്കുണ്ട് ആളുകളുടെ ഭാഗത്ത് നിന്ന്. ഇത് എന്ത്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇത് എടുക്കുന്നത്? എന്നോട് ചോദിക്കുന്നല്ല, ചേട്ടനോട് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ അന്ന് പോയപ്പോഴൊക്കെ നമ്മൾ തുളിക്കാൻ കൊണ്ടുപോണില്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. ചേട്ടൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടല്ല, എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടല്ല, അപ്പൊ ആ ചേട്ടൻ ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ മോളെ ഞാൻ നല്ലതായിട്ട് വളർത്തിയത് കൊണ്ടല്ലേ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് ഒരു ചെയറിൽ ഇരിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈശ്വരൻ നമ്മുടെ കൈകളിൽ ഒരു സ്ഥാനം വെച്ച് തരുമ്പോൾ ആ ഈശ്വരനോട് നമ്മൾ എന്ന് നീതി പുലർത്തണം. അത് അല്ലെങ്കിൽ തെറ്റാണത്. ആര്യയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യ അറിയുന്ന അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന ഒരു മോഹിനിയാട്ട നർത്തകിയായി വളരണം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് നമുക്കും നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനും. ഇപ്പൊ ഞാൻ കൂടുതൽ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ആളെ കാണുമ്പോൾ മനസ്സിലാവും ആരാണ് ഇന്ന് നമ്മുടെ അതിഥികൾ എന്ന്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടർ, യൂട്യൂബർ, ഇൻഫ്ലുവൻസർ, സിംഗർ, ഡാൻസർ. ഇതിപ്പോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഡാൻസ് സ്റ്റുഡിയോ കൂടി തുടങ്ങിയിരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും സദ്യം ആര്യ, പാർവതി ആൻഡ് ഫാമിലിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, അല്ലേ? നമസ്തേ പറഞ്ഞേ. നമസ്തേ. ഗുഡ് ഗേൾ. പാലുവിനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നമുക്ക് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആര്യ പാർവതിയുടെ അമ്മയും അച്ഛനും പാലുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആര്യ ഇപ്പൊ വരും. ഞാനിപ്പോ ഇരിക്കുന്നത് ആര്യ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആര്യയുടെ സ്വന്തം ഡാൻസ് സ്റ്റുഡിയോയിലാണ്. ആര്യ മോഹനം എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്, അല്ലേ അമ്മ? അച്ഛ പറയൂ, എന്ത് തോന്നുന്നു? മകൾ ഇത്രയും ചെറിയ പ്രായത്തിലെ സ്വന്തമായിട്ട് ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങുന്നു, എന്ത് തോന്നുന്നു? എന്തൊരു സന്തോഷമുള്ള ഒരു നിമിഷമായിരിക്കും അല്ലേ അത്? തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ദിവസം. വളരെ സന്തോഷമാണ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ലൈഫില് വലിയൊരു മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണ്. ഇപ്പൊ ആര്യ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഡാൻസർ ആണ്. ഇതൊക്കെ കഴിഞ്ഞിപ്പോ സ്വന്തമായിട്ട് പ്രയത്നിച്ച് ഒരു ഡാൻസ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അത് മോഹിനിയാട്ടത്തിലാണ് അത് കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിമിഷം എല്ലാവരും വരുന്നു. ഇപ്പൊ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്, കാരണം ഞങ്ങൾ ഇതിലൊരു പാർട്ടാണ്. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു പാർട്ടായിട്ട് വന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പിന്നെ ആര്യ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ വരും, അല്ലേ പാലു? പാലുവിനെ പറ്റിയാണെങ്കിൽ പാലുവിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും സംസാരിക്കാൻ തോന്നുന്നില്ല. പാലുവിനെ നോക്കിക്കൊണ്ടിരിക്കാനാ തോന്നുന്നേ. പാലു കുറുമ്പിയാണോ? അതെ, ഇപ്പൊ ഇവിടെ ഞാൻ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ട്. വൈക്കത്താ ഇതിന്റെ ബിൽഡിങ് കണ്ടുപിടിക്കലും അതിന്റെയൊക്കെ. അപ്പൊ അവിടെ യൂറോ കിഡ്സിൽ പോകുന്നുണ്ടായിരുന്നേ. ഞാനിവളും മാത്രമേ എപ്പോഴും ഫ്ലാറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ക്യാരക്ടർ പിള്ളേരിലേക്ക് വരണോണ്ട് ഞാൻ ഇവിടെ ചെറുതിലെ 2 വയസ്സാകണതിന് മുമ്പ് തന്നെ യൂറോ കിഡ്സ് വിടുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഇപ്പൊ ഒരു മാസം വന്നപ്പം ഞങ്ങൾ അപ്പാർട്ട്മെന്റിലല്ലേ, അപ്പൊ ഇവിടെ വന്നപ്പം എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേച്ചി വരും, അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവള് ഇങ്ങനെ ഭയങ്കര കുറുമ്പായി. മിറ്റമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഓടും, നമ്മളങ്ങോട്ട് ഓടും. ഇങ്ങനെയൊന്നും ആളെയല്ല. നമ്മുടെ അവിടുന്ന് വരുമ്പോ ഇവിടെ വന്നു കഴിയുമ്പോ പാലു ഇപ്പൊ ആയി ഒരു മാസം കൊണ്ട് പാലുവിന് ഭയങ്കര കുറുമ്പായി. പാലുവിനെ പറ്റിയാണോ ഈ പറയുന്നേ? സൈലന്റ് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല, പാലു ഭയങ്കര കുറുമ്പിയാന്നാ പറയുന്നേ അമ്മ. അമ്മയ്ക്ക് കുറുമ്പാന്ന്. അമ്മയാണ് കുറുമ്പി അല്ലേ? അച്ഛൻ പാവാണോ? അച്ഛനും കുഴപ്പമില്ല. മിണ്ടില്ല അല്ലേ? അച്ഛൻ പാവാണല്ലേ? അല്ലേ? ചേച്ചിയുടെ ഡാൻസ് സ്കൂളിന്റെ പേരെന്താ? ആര്യ മോഹനം. ഡാൻസ് അറിയോ?
പാലുവിന് ഡാൻസ് കളിക്കാൻ അറിയോ? പാലു ഡാൻസ് അറിയാം അല്ലേ? പാട്ട് പറയാം. എന്നൊരു പാട്ട് പാടിത്തരൂ ചേച്ചിക്ക്. സോറി, കൊച്ചിന് ഞാനൊരു മിഠായി കൊടുത്തായിരുന്നു, അതിന്റെ തിരക്കിലാണ് ആള്. അപ്പൊ അമ്മ അച്ഛാ പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ ആര്യ എത്തിയിട്ടുണ്ട്. ഞാൻ ആര്യ വരുന്നതിന്റെ ഗ്യാപ്പിൽ ഒന്ന് പാലുവിനെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, സോ ആര്യ, ഞാൻ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇത്രയും ചെറിയ പ്രായത്തിലെ സ്വന്തമായിട്ടൊരു ഡാൻസ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ഇവർ എത്രത്തോളം അഭിമാനം ഉണ്ട് ഇപ്പൊ എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് അവർക്ക് വളരെ സന്തോഷമാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുക, അതില് അവരും സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ആര്യക്ക് എന്താണ് തോന്നുന്നത്? ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വൈക്കത്ത് തുടങ്ങുന്നത്. ആണല്ലേ? അച്ഛൻ ആലുവാകാരനാണ്, പക്ഷെ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് വൈക്കം. അച്ഛൻ പാലും എടുത്തോളൂ. ഒരു പ്രത്യേക സുഖ വൈക്കം എന്ന് പറയുന്നത് നമ്മളൊരു ബസ്സിന് യാത്ര ചെയ്ത് വൈക്കത്ത് നിന്ന് ഇറങ്ങില്ലേ, ഇറങ്ങുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വൈക്കത്ത്. ആണല്ലേ? ആലുവക്കാരനായ അച്ഛൻ എങ്ങനെയാ ഇവിടെ? ഇവളുടെ വീട് വൈക്കത്താണ്. അമ്മ വീട് വൈക്കമാണ്, അച്ഛൻ ആലുവയാണ്. പക്ഷെ അച്ഛൻ നമ്മളെപ്പോഴും ഇവിടെ വരുമല്ലോ, അപ്പൊ അച്ഛന് സ്വാഭാവികമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അപ്പൊ അച്ഛനായിരുന്നോ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈക്കത്ത് തന്നെ? അമ്മയുടെ ഐഡിയ ആയിരുന്നു വൈക്കം. അമ്മ പറഞ്ഞിരുന്നത് നമുക്ക് വൈക്കം അല്ലെങ്കിൽ തൃശ്ശൂർ നോക്കാം എന്നായിരുന്നു. പക്ഷെ എനിക്ക് ആഗ്രഹം എറണാകുളത്ത് തന്നെ നമുക്ക് തുടങ്ങാം എന്നായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞ് അറിയാതെ അങ്ങനെ ചിന്തിച്ചു നോക്കൂ, നീ ജനിച്ച് തുടങ്ങിയ സ്ഥലം അവിടെയല്ലേ, അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോ എനിക്കും തോന്നി ഇവിടെ തന്നെയാണ്. അതിപ്പോ വിജയിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ ഒരു ആരംഭം ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, ഒരാഗ്രഹം. അതെ, ഇപ്പം അതുപോലെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾക്കും സന്തോഷം, കാരണം ആര്യയുടെ ഫസ്റ്റ് ഡേ ഉദ്ഘാടനത്തിന് ഞങ്ങൾക്കും വരാൻ സാധിക്കും. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പം ഈ ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിൽ എക്സ്ക്ലൂസീവ്ലി തുടങ്ങിയിട്ട് നമുക്ക് ഡാൻസ് സ്റ്റുഡിയോസ് കുറെ ഉണ്ട്, പക്ഷെ മോഹിനിയാട്ടത്തിൽ എക്സ്ക്ലൂസീവ്ലി ഒരു ഇത് തുടങ്ങുന്നത് ഭയങ്കര റെയർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോം, ഈ ഒരു ആർട്ട് ഫോം തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ചെയ്യാന്ന് ഉദ്ദേശിച്ചതിന്റെ ഒരു റീസൺ എന്താണ്? ഞാൻ ചെറുതിലേ മുതൽ എല്ലാ കലാരൂപവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. CBSE പഠിക്കുമ്പോൾ നമ്മൾ സഹോദയ കോമ്പറ്റീഷൻസ് ആവട്ടെ, കൂച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ് മത്സരിക്കുമായിരുന്നു. പക്ഷെ സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം സ്റ്റേറ്റ് കലോത്സവങ്ങളിലേക്ക് പോയപ്പോൾ മോഹിനിയാട്ടത്തിനാണ് കൂടുതൽ വിജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ജില്ലയാവട്ടെ, സബ് ആവട്ടെ, സ്റ്റേറ്റിൽ വരെ നമ്മൾ ഫസ്റ്റ് വന്നത് മോഹിനിയാട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാഷന്മാരെല്ലാവരും മോഹിനിയാട്ടം നടക്കുന്ന സമയത്ത് മാത്രം മാഷന്മാരെല്ലാം കൂടും എന്റെ മോഹിനിയാട്ടം കാണാൻ. അഹങ്കാരമല്ല, മനസ്സിലായി, അത് നമ്മുടെ ഒരു സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലായി മോഹിനിയാട്ടമാണ് എന്റെ ശരീരത്തിന് കുറച്ചുകൂടെ നന്നാവുക. പിന്നെ അതിനോടൊരു ഇഷ്ടം തോന്നാൻ വേണ്ടി നമ്മൾ ഡിഗ്രി ചെയ്തു അതിനകത്ത്. അതുകൂടെ ചെയ്തപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൂടി അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതാണ് എനിക്ക് ഇഷ്ടം എന്ന് നമ്മൾ കണ്ണാടിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു കലാരൂപമാണ് മോഹിനിയാട്ടം. പിന്നെ എനിക്ക് പൊതുവെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ അതായത് വേറൊന്നുമല്ല, ഡാൻസിൽ തന്നെ ഈ കഥകളിയുടെ അഭിനയം, കണ്ടുകൊണ്ടുള്ള അഭിനയം, ലാസ്യമാണല്ലോ കൂടുതൽ. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ് അതിലാണ് ഏറ്റവും ഉള്ളത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിലൊരു റിസ്ക് ഫാക്ടറും ഉണ്ടാവും. അതെ, തീർച്ചയായും. ഒരു സപ്പോർട്ട്, ഒരുപാട് സപ്പോർട്ട് നമുക്ക് വേണ്ടി വരില്ല. ആദ്യം പേരൻസിനോട് പറഞ്ഞപ്പോ എന്തായിരുന്നു, അച്ഛനും അമ്മ എന്തായിരുന്നു പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ? മോഹിനിയാട്ടം മാത്രം അച്ഛൻ ഇപ്പോഴും പറയും നമുക്ക് ഭരതനാട്യത്തിന്റെയും കൂടെ നമുക്ക് ആഡ് ചെയ്തുകൂടെ അറിയാന്ന്. അച്ഛൻ അറിയില്ലല്ലോ. അപ്പൊ അച്ഛൻ ബാക്കിൽ നിന്ന് എവിടെയോ നിന്നൊരു അശരീരി പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണ്. അച്ഛൻ ഇങ്ങനെ പറയാണ്, നമ്മൾ ഇന്ന് ഇവിടെ പോവാണ് കോമ്പറ്റീഷന് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് കിട്ടിയോ, സന്തോഷം. എല്ലാ സപ്പോർട്ടും അച്ഛൻ ഒരു സ്ഥലത്ത് നിന്ന് തരുകയാണ്. അപ്പൊ കൊണ്ടു നടക്കുന്നത് മൊത്തം അമ്മയായിരുന്നല്ലോ. അപ്പൊ അച്ഛൻ അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എന്നോട് പറയുന്നുണ്ട്, ആര്യ നമുക്ക് ഭരതനാട്യം കുച്ചിപ്പുടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം, വേറൊരു ടീച്ചറിനെ വെച്ച് നീ പഠിപ്പിച്ചാൽ മതി. പക്ഷെ അവിടെ എന്റെ മനസ്സിൽ ഭയങ്കര ഒരു വാശിയാ, എനിക്ക് മോഹിനിയാട്ടം മാത്രം മതി, അങ്ങനെ കിട്ടുന്ന കുട്ടികൾ നമുക്ക് മതി, അത് മാത്രമായിട്ട് പഠിക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അറിയുന്നത് പഠിപ്പിക്കാനാണല്ലോ എനിക്ക് ഇഷ്ടം. ഇല്ല, അത് ഞാൻ ആക്ച്വലി കുറച്ചു മുമ്പ് കണ്ടിരുന്നു, കുറച്ച് കുട്ടികൾ വന്നല്ലോ ആദ്യമായിട്ട് വന്നപ്പോ. അപ്പം എന്തായാലും ഉറപ്പായിട്ട് ആര് നല്ലൊരു ടീച്ചർ ആയിരിക്കും, ഓഫ്ലൈൻ ക്ലാസ്സിൽ വളരെ നല്ലൊരു ടീച്ചർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. പഠിപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര അറിവുണ്ടെന്നല്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന മോഹിനിയാട്ടം പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. പരാതി പറയുക, എന്തുടാ മിഠായി കൊണ്ടുപോയോ? മിഠായി തീർന്നു, ഇനി അതിലൊന്നുമില്ല. ആ ചേച്ചിയുടെ മേത്തൊന്നും തേക്കല്ലേ, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. തീർന്നതിനകത്തില്ല, പേപ്പർ കുഴപ്പമില്ല, പോട്ടെ, അത് കഴിഞ്ഞു പോയി, അത് തീർന്നു പോയി. പാലുവിന്റെ കുസൃതി എല്ലാരും കണ്ടോണ്ടിരിക്കുക. സോറി കേട്ടാ, കുഴപ്പമില്ല.
എന്തായാലും വളരെ നന്നായിട്ട് തന്നെ നമ്മളുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഒന്നും ഒരു മിന്നായം പോലെ എല്ലാം പോയി, ഒന്നും ഓർമ്മയില്ല, ഒരു illusion. പക്ഷെ അതാണ്. അതെ, നമുക്കൊരു മെമ്മറീസ് തന്നെയാണ്. നമ്മൾ ഒരുപാട് പാഠമാണ് നമുക്ക് ഇനി ചെയ്യുമ്പോൾ നമ്മള് അതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒരു ഹറിബറി ആയി പോയി, ഒന്നും പ്രതീക്ഷിക്കാതെ കുറെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആര്യനെ അറിയുമെങ്കിൽ പാലുവിനെ അറിയാതിരിക്കില്ല. അതിപ്പോ ഞാൻ പാലുവിനെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്ത മിഠായി അത്. അതെല്ലേ, എന്നാലൊക്കെ വരും. മിഠായി കൊടുക്കാറില്ല അങ്ങനെ, കിട്ടിയതിന്റെ ആഘോഷമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പൊ അച്ഛന്റെ ആണെങ്കിൽ കൂടുതൽ ഇന്റർവ്യൂസിലൊന്നും അച്ഛൻ ഇരിക്കാറില്ല. ഇന്ന് അച്ഛന്റെ അത് വീടൊക്കെ അടച്ചിട്ട് എന്റെ അടുത്ത് മാത്രം. അമ്മയുടെ അടുത്ത് അങ്ങനെയല്ല, എന്റെ അടുത്തൊന്നുമല്ല, വീട്ടില് സംസാരിക്കും. ഭയങ്കര എങ്ങനെയാ നമ്മള് പുറത്തൊന്നും എഫേർട്ട്ലെസ് ആയിട്ട് കോമഡി പറയുന്നത് ആണല്ലേ. 3 പെൺകുട്ടികളുള്ള വീടാണ്. അപ്പൊ അച്ഛൻ ശരിക്കും എങ്ങനെയാണ് വീട്ടില് ആണ് എപ്പോഴും ബഹളം അത് ഇത് ഫുള്ള് എങ്ങനെയായിരിക്കും. അപ്പൊ പിന്നെ കുറച്ചുകൂടി സന്തോഷമായിരിക്കും അല്ലെ, വീട്ടിലൊരു ഹാപ്പി സീൻ ആയിരിക്കും അല്ലെ. പാല് കരയുമ്പോ ആര്യയും കരയും. പാലുവിനെ പോലെ ഇവളും കരയും ചിലപ്പോ. ഞാൻ പാലിനെ എടുക്കുമ്പോ ഇവളും കരയും, എന്നെ എടുക്കുന്നു പറഞ്ഞ്. ഇല്ല എന്റെ മടിയിൽ വന്നിരിക്കുമ്പോ പാലിന്റെ ഇടയിൽ കൂടി കയറി അവള് വന്നിരിക്കും. ആര്യ മടിയിൽ വന്നിരിക്കുന്ന പാലും ഇഷ്ടമല്ല, പാലും ഇടയിൽ കയറും. അപ്പൊ ഇവള് പിണങ്ങും. അപ്പൊ രണ്ടുപേരും പിണക്കമാണ്. അപ്പൊ ഇങ്ങനെ പിണങ്ങുമ്പോ എന്താ ചെയ്യാറ് വീട്ടില്? അച്ഛൻ എഴുന്നേറ്റ് പോവും. നിങ്ങൾ എന്താ വെച്ചാ ആയിക്കോ, ഞാൻ എണീറ്റ് പോവും. അപ്പൊ പാലു ആണെങ്കിലും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അമ്മ വന്നിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ടൈമിൽ ഒരുപാട് വിമർശനങ്ങളും അതും ഇതൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും പാലു വന്നേ പിന്നെ എല്ലാവരും പാലുവിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്ന് വെച്ചാൽ ഇപ്പൊ ഫുൾ പാലുവിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പാലുവിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആള് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാന്താരി കുട്ടി ആയതുകൊണ്ട് ആൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ആള് വന്നതും ലൈഫിൽ ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു അല്ലേ നിങ്ങൾക്ക്? അതെ അതെ, വലിയ മാറ്റമല്ല, ശരിക്കും നടുങ്ങിയ മാറ്റാ. നടുക്കിയ മാറ്റം. എന്നാലും നമ്മളെ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരിക്കലും വന്ന് പ്രസന്റ് ചെയ്തതല്ല, പക്ഷെ അത് ആളുകള് നമ്മളെന്തോ അതിനെന്തോ പ്രാധാന്യം. തമാൽ അമ്മയുടെ 9ാമത്തെ സ്കാനും കൂടെ കൺഫേം ആയി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നറിഞ്ഞ് അന്ന് ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും സ്കാനിങ്ങിന് പോയിട്ട് തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി കയറുമ്പോഴേ അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ ചുമ്മാ ഇട്ട പോസ്റ്റ് പിന്നെ അങ്ങോട്ട് അത്ഭുതമായി. അതാ ഞാൻ പറഞ്ഞ, പാല് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അതൊക്കെ മാറ്റി. ഇപ്പൊ പാലുവിനെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എത്രയോ പേരാണ് പാലുവിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ അച്ഛനെയും അമ്മേനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാറ്. ഇന്നലെ ഞങ്ങള് രാത്രിയില് ഞങ്ങള് പറഞ്ഞില്ലേ, ഇത് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. ആര്യയ്ക്ക് വിദേശത്തൊക്കെ കുറെ സ്കൂളുകൾ ഒക്കെ ജോലി വിളിച്ചു. പിന്നെ അവൾ പഠിച്ച കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട്. അപ്പൊ എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല. ഒരാളുടെ ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, വിദേശത്ത് പോയി 10,000, 60,000, 80,000 രൂപയൊക്കെ നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ആ സ്കൂളിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. അപ്പൊ പിന്നെ അല്ലാതെ അതിൽ നിന്ന് നമ്മൾ ജീവിക്കുക. നമുക്കൊരു 10,000-80,000 രൂപ, 10,000 രൂപ കിട്ടും. പക്ഷെ നമുക്ക് സെൽഫായിട്ട് വളരാൻ ഒരിക്കലും ഒരു അവസരം ഉണ്ടാവില്ല അല്ലെ. ആ ഒരു സർക്കിളിൽ നിന്ന് നമ്മൾ ജീവിച്ച് നമ്മൾ അങ്ങനെ ഒരു ജോലിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാം. പക്ഷെ അതല്ലല്ലോ, നമ്മളൊരു കലയായാലും നമുക്ക് ഈശ്വരൻ നമ്മുടെ കൈകളിൽ ഒരു സ്ഥാനം വെച്ച് തരുമ്പോൾ ആ ഈശ്വരനോട് നമ്മൾ എന്ന് നീതി പുലർത്തണം. അത് അല്ലെങ്കിൽ തെറ്റാണത്. ഇപ്പൊ ഒരു പാട്ട് പാടാൻ ഒരു കുട്ടിക്ക് കഴിവ് കൊടുത്താൽ ആ പാട്ട് തന്ന സൗണ്ടിനെ ഇങ്ങനെ പരിപാലിച്ച് അതിനെ ഇപ്പൊ ചിത്ര ചേച്ചി തന്നെ എപ്പോഴും പറയില്ലേ, എന്നേക്കാൾ നന്നായി പാടുന്നവരുണ്ട്, പക്ഷെ ഈശ്വരൻ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നെക്കൊണ്ട് അവര് വലിയൊരു നിലയിൽ അറിയപ്പെടുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാവർക്കും കിട്ടുന്നതല്ല അത് കഴിവ് അല്ലേ. അപ്പൊ ഞാൻ ആര്യ പറഞ്ഞപ്പോ ചേട്ടനാണെങ്കിൽ ഇപ്പൊ നമ്മളെ വഴക്ക് പറയുന്ന ഇഷ്ടമാതിരി ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആര്യ 2.5 വയസ്സ് 3 വയസ്സ് തുടങ്ങിയ ജേർണി ഇന്ന് വരെ ആര്യയുടെ കലാജീവിതത്തിന് ഞങ്ങള് ഒരു സ്റ്റോപ്പ് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ 10ാം ക്ലാസ് +2 ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പോലും ഞങ്ങൾ ഇത് തുടങ്ങുന്ന നിമിഷത്തിൽ ഈ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ സ്ട്രഗിൾ ചെയ്യണത്? അവള് വിവാഹം കഴിപ്പിക്കൂ, അല്ലെങ്കിൽ അവൾക്ക് സെറ്റിൽ ആവണ്ടേ, നിങ്ങൾക്ക് ഇനി ഒരു ഇളയാളില്ലേ, അവളെ വളർത്തണ്ടേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ ഒക്കെ നമ്മള് ഇപ്പൊ ചേട്ടനോട് ആലോചിച്ച് നോക്കുമ്പോ ചേട്ടൻ പറയണ അങ്ങനെയാണ്, അവര് നന്നായിരിക്കട്ടെ ഇല്ലേ. നമ്മൾക്ക് എന്ത് കിട്ടണു എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം. നമുക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇല്ലേ. നമ്മുടെ മക്കള് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഒരു അതിഥിയെ പോലെ വരണം, അവര് നമ്മളെ പരിപാലിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് കിട്ടുന്നത് ബോണസാ. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് നമ്മള് നിർവഹിക്കണം. പക്ഷെ അതേപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ട് അച്ഛനോടും അമ്മയോടും
തിരിച്ചൊരു കമ്മിറ്റ്മെന്റ്. പക്ഷെ അത് കിട്ടുന്ന അച്ഛനമ്മമാർ ഭാഗ്യമുള്ളവര്, അല്ലാത്തവര് കടമകൾ തീർത്ത് അവരവരുടെ ജീവിതം പോകുന്നു. അല്ല, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മോഹിനിയാട്ടത്തിന് മാത്രമായിട്ടൊരു സ്പേസ് ആണ് പറയുന്നത്. അപ്പം ആളുകൾ ഇങ്ങനെ നോക്കും ആര് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കമ്പോസ് ചെയ്യണം, നമ്മളൊരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ നമ്മുടെ കുട്ടികളെ അത്ര ടാലൻ്റ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം. നമ്മളെ വിശ്വസിച്ച് കൊടുക്കുന്ന പേരൻസിന്, ഞാൻ ഒരമ്മയാണ്, ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പേരൻസിന്റെ വേദന എന്താന്ന് എനിക്കറിയാം. ഞാൻ ആരെയും ജഡ്ജ്മെന്റിനൊക്കെ വിളിക്കും, പാലക്കാട് കലോത്സവം, അത് ഞാൻ വിടില്ല. ഞാൻ പറയും എന്ന് നിനക്ക് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് അമ്മ വേണ്ട, ഇതുവരെ ആരെയും ജഡ്ജ്മെന്റിന് പോയിട്ടില്ല. ഞാൻ ആര്യെ വിളിക്കുമ്പോൾ ആര്യ എന്നെ ഇവിടെ അമ്മ ആ മാഷ വിളിച്ച് പറഞ്ഞു ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്, ഇവിടെ ജഡ്ജ്മെന്റ്, ഞാൻ പോവില്ല. നിനക്ക് എന്ന് ഞാൻ കറക്റ്റ് കളിക്കുന്ന കുട്ടിക്ക് എന്ന് എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രൈസ് കൊടുക്കാൻ സാധിക്കുന്നു, അന്ന് നിനക്ക് സ്റ്റേബിൾ ആയിട്ട് അന്ന് നീ ജഡ്ജ്മെന്റിന് പോയാൽ മതി. അല്ല ഒരു മാഷ് പറഞ്ഞു ആ മാഷിനെ അതിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നമ്മള് കലോത്സവ വേദികളിലൊക്കെ നമ്മൾ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു കൊച്ചിന് കിട്ടാനല്ല, യഥാർത്ഥ കുട്ടിക്ക് കൊടുക്കണോന്ന് പറഞ്ഞ് നമ്മൾ അപ്പൊ നമ്മള് വഴക്കിട്ട സ്ഥലത്ത് നമ്മുടെ കുഞ്ഞിന്ന് ആ കള്ളത്തരം കാണിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതായി പോകും. അതുകൊണ്ട് ആരെയൊക്കെ ഞാൻ പറയുന്ന അതാണ്, നമുക്ക് ഉള്ള കഴിവിനെ നീതിയോടും സത്യത്തോടും അതിനെ പഠിപ്പിക്കുക, ആ കുട്ടികൾക്കും അത് കൊടുക്കുക. അതെനിക്ക് മാത്രം, അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ അതിനാണ് ആര്യയോട് എപ്പോഴും ഞാൻ പറയും, നമ്മളിത് തുടങ്ങിക്കൊടുത്തു, ഇനി ആര്യാണ്, ഇനി നിങ്ങൾ വരേണ്ടത് ആര്യയുടെ ഒരു ഗോൾഡൻ പെർഫോമൻസ് വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ അവളുടെ ഗ്രോത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്ന് ആര്യാണ് ആഗ്രഹിക്കേണ്ടത്. ഇനി അവർക്ക് വരാൻ അവസരം കൊടുക്കണം, എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കണമെന്ന്. ഇപ്പൊ ഞാൻ ഇത്രയും സംസാരിച്ചതല്ല, ഇപ്പൊ ബിസിനസ്സാണ് ഇതെല്ലാം, പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യണമെന്നും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് മോളെ നമ്മൾ എല്ലാം അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആര്യയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യ അറിയുന്ന അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന ഒരു മോഹിനിയാട്ട നർത്തകിയായി വളരണം. പിന്നെ അത് തന്നെയാണ് കാരണം നമ്മൾ പേരൻസിന്റെ അടുത്ത് ഇപ്പൊ ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, പക്ഷെ ചില പേരൻസ് പഠിച്ച് ഫുൾ A+ വാങ്ങിക്കണം, ഫുൾ A+ വാങ്ങിച്ച് പഠിച്ച് എവിടെയെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ലേ? അച്ഛനും അമ്മയും തന്നെ, അതായത് വേറൊന്നല്ല, നമ്മൾ ഈ സ്റ്റേറ്റ് കലോത്സവം അതിൽ ഇതിലൊക്കെ പോകുന്നത് കൊണ്ട് ഓൾറെഡി ഗ്രേസ് മാർക്ക് കിട്ടും. അത് വെറുതെ അല്ല, ഞാൻ പറയാണ്, അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നില്ല. പക്ഷെ അമ്മ പറയുമായിരുന്നു അങ്ങനെ പത്രം വാങ്ങിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി, മാർഗം അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതൊക്കെ കൂടുതലാണ് കേട്ടോ. എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ സ്കൂളിലെ മാത്രം പുസ്തകം നോക്കി പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ A+ മേടിക്കുന്നു. പാട്ട്, ഡാൻസ്, കഥകളി, വീണ എല്ലാം പഠിക്കുന്ന ഒരു കുട്ടി 80% മേടിച്ചാൽ, പക്ഷെ അവള് ഫുൾ A+. കാരണം അവന് പാഠപുസ്തകത്തിലെ അറിവേ ഉള്ളൂ. ഈ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നോളജ് ഉണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകും, പക്ഷെ അതിൻ്റെ അവിടെ നമുക്ക് ഒരിടത്ത് പാളിപ്പോയാൽ താൻ പൊക്കോ, എനിക്ക് വേറെ സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ കഴിയണ ഒരു കുട്ടിക്ക്. അതാണ് നമ്മുടെ ഇനിയുള്ള സമൂഹത്തിൽ വേണ്ടത്. നമ്മളിപ്പോൾ ഡോക്ടറായി എഞ്ചിനീയറായ കുട്ടികൾ ആത്മഹത്യ ചെയ്തു, മരിച്ചു. എന്തുകൊണ്ടാണ്? +2 കഴിയുമ്പോൾ എൻട്രൻസ് ചെയ്ത് ഡോക്ടറായി, അടുത്ത എഴുതും, അങ്ങനെ കുട്ടികളെ പോയി ജോലി സെറ്റിലാവും. കല്യാണം കഴിച്ച് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഇത്, അത് കഴിയുമ്പോൾ കല്യാണം കഴിച്ച് ഇപ്പോഴും ചോദിക്കണ്ടാവില്ല കല്യാണം കഴിച്ച് വിട്ടുവിടുന്ന അച്ഛനെ ചോദിക്കും. അച്ഛൻ എന്താ പറയാറ്? കല്യാണം കഴിച്ച് വിട്ടുവിടുന്നൊക്കെ ചോദിക്കാറുണ്ടോ ആൾക്കാർ? ഒരുപാട് ദൂരം പോകാനുണ്ട്, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഒന്നും ആയിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേരൻസ് ഇനിയും വരണമെന്നാണ് ഞാൻ പറയുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, ഇതൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നമുക്കുണ്ട് ആളുകളുടെ ഭാഗത്തുനിന്ന്. ഇത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്, നിങ്ങൾ എന്താണ് ഇത് എടുക്കുന്നത്? എന്നോട് ചോദിക്കുന്ന അല്ല, ചേട്ടനോട് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ തീരുമാനം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അത് വലിയ പ്രശ്നമല്ലാതെ പോകുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒറ്റൊരു വ്യക്തിയുള്ളൂ, അത് ആര്യ പാർവതിയാ. ഇല്ലേ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ യാത്രയിൽ അവർ ഇത്രയും ചെയ്യുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ അവര് ചെയ്തത് ശരിയാണെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്കോ ചേട്ടനോ അല്ല കഴിയുക, ഇവൾക്കാണ്. ഇവള് അത് എൻ്റെ അച്ഛനും അമ്മയിൽ എന്നെ മേലെ വെച്ച വിശ്വാസം 100% ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞവരുടെ എല്ലാവർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കും എന്ന് ആണ് ഒരു കൊച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒരാൾ പറയുന്നതിനെല്ലാം ബദല് പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതല്ല ഇതായിരുന്നു. ഇപ്പൊ ഞാൻ ഇവളെയും കൊണ്ടൊക്കെ ഫസ്റ്റ് ഒക്കെ ഡാൻസിന് പോകുന്ന സമയത്ത് ഒരു ഡാൻസ് കളിക്കാനാണ് പോണത്, കാട്ടിലെ കടലിലേക്ക് പാട്ട്, ഇങ്ങനെ എല്ലാ ഡാൻസ് കഴിഞ്ഞ് ഇവര്
മിഴി പൊഴി മിഴിയഴകര്. ഈ ഒരു ഡാൻസ് കളിക്കാൻ ആ ഒരു ഡാൻസ് കളിക്കാൻ പലയിടത്തും കൊണ്ടുപോകായിരുന്നു. കേരളത്തിലെ മിക്കവാറും സ്റ്റേജിൽ പോയിട്ടുണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ. അപ്പൊ നമ്മൾ അന്ന് പോയപ്പോഴൊക്കെ നമ്മൾ കൊണ്ടുപോ തുളിക്കാൻ കൊണ്ടുപോകണില്ലേ എന്ന് ചോദിച്ചാളുകളുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സ്ഥാപനം ഇടുമ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് യാത്രയൊക്കെ രാത്രിയിലെ യാത്ര അതെ അതെ അച്ഛനില്ലാത്ത പ്രശ്നമുള്ളവർക്ക് അച്ഛൻ വളരെ കൂളാണ്. ആക്ച്വലി അച്ഛൻ ഇങ്ങനെ അത്ര മിണ്ടില്ലെന്നാണ്, പക്ഷെ അച്ഛൻ വളരെ കൂളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ചേട്ടൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടല്ല? എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതുമല്ല, നമ്മൾ ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് ദൂരെ യാത്ര പോകുന്നു. അപ്പൊ ഇത്രയും ഉള്ളൊരു മോളെ എന്നെ ഏൽപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് കൊണ്ട് അദ്ദേഹത്തിന്റെ മോൾക്ക് ഇപ്പൊ ആ ചേട്ടൻ ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ മോളെ ഞാൻ നല്ലതായിട്ട് വളർത്തിയത് കൊണ്ടല്ലേ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് ഒരു ചെയറിൽ ഇരിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അല്ല, അദ്ദേഹത്തെ എന്നെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു എന്തോ എത്തിച്ചേരാൻ പറ്റാത്തവരുടെ ഒരു പാഴ്വാക്കാണത്. അല്ലാതെ ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവില്ല ആരും മുൻപരും ഇല്ല താഴ്ന്നതും ഇല്ല. ചേട്ടനും ഞങ്ങള് തമ്മിൽ നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇപ്പൊ എന്നും കൂടെയുള്ള ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ ഞങ്ങൾ തമ്മിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന അവളുടെ വളർച്ചയിൽ ഇവള് സീരിയലിൽ അഭിനയിക്കണമെന്നോ സിനിമ അഭിനയിക്കണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ അവൾക്ക് ആണല്ലേ? സീരിയൽ അഭിനയിക്കാനാണ് അച്ഛന് ഇഷ്ടം. സിനിമ കാണാൻ പറയാലോ അവള് സീരിയലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയില്ല. എന്തുറ്റി തിരിച്ചറിവായല്ലോ അതിനുള്ള അല്ലാതെ ഈ ഡാൻസിന്റെ ഇതിലാണെങ്കിലും ആളുടെ ടാലന്റ് തെളിയിച്ച സ്ഥിതിക്ക് അതുകൊണ്ടല്ല അച്ഛന് ഇഷ്ടമാണ്, ഇപ്പോഴും എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നല്ലോ പഠിച്ചത്. അപ്പൊ അവിടെ അറ്റൻഡൻസ് ഇഷ്യൂ സ്വാഭാവികമായിട്ട് എല്ലാ കോളേജിലും ഉണ്ടല്ലോ. 70% അറ്റൻഡൻസ്. ഈ സംഭവം ഉള്ളത് കൊണ്ട് എന്ത് വന്നാലും പേടിയാ. അവിടെ പ്രശ്നമാവും, ഇവിടെ പ്രശ്നം. അപ്പൊ ആര് പറഞ്ഞാലും ചിലവർ വിളിച്ചാൽ വീട്ടിൽ പറയില്ല. പിന്നെ ഞാനും അമ്മ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, കുഴപ്പമില്ല, അടുത്ത വരുമ്പോ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു സീരിയൽസിലൊക്കെ. അല്ല ഇതിനകത്തെ വിഷയം, നല്ലത് വരും. അവര് ഉദ്ദേശിക്കുന്ന അവളെ എന്റെ മോള് അങ്ങനെയാണ്, അതാണ് അതിനകത്ത് വിഷയം. അല്ലാതെ നമ്മള് 2.5 വയസ്സ് തൊട്ട് മോളെന്ന് ആലോചിച്ച് അതായത് നമ്മള് 2-3 പേരൊക്കെ വന്നിപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് ഒരാളൊന്നും അല്ലല്ലോ ഞാൻ. എന്നെ വളരെ ചുരുക്കം എന്റെ ഡാൻസ് ഫീൽഡിൽ അറിയാവുന്ന കുറെ ആൾക്കാരാണ് എനിക്ക് ചുറ്റും ഉള്ളത്. എന്റെ ഡാൻസ് ഇഷ്ടപ്പെടുന്നവരും പിന്നെ അമ്മ ഈ പ്രായത്തിൽ പ്രസവിക്കുകയും കുഞ്ഞാനിയത്തി വന്നപ്പോ അത് കണ്ടിഷ്ടപ്പെട്ട് വന്ന ആൾക്കാരും കൂടെയാണുള്ളത്. അപ്പോ അച്ഛൻ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാണാൻ. അപ്പൊ ഞാനും അമ്മയും പാലും കൂടെ എന്നെയും പാലുനെയും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ മുന്നേ നടത്തും. അപ്പൊ ഈ പാല് പോണു ആര്യ പോണു എന്നൊക്കെ പറയണ കാണാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളെ മുന്നേ നടത്തും. അപ്പൊ അതൊക്കെ അച്ഛന്റെ വലിയ സന്തോഷങ്ങളാണ്. നമ്മൾ അറിയാന്ന് പറയുന്നത് അച്ഛൻ അതൊക്കെ ഇഷ്ടമാണ്. അതിൽ നമുക്കൊരു എനിക്കൊന്നും തോന്നിയിട്ടില്ല. അച്ഛൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾക്കാരെ തിരിച്ചറിയുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളൊരു ഹാപ്പി ഫൺ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. പേടി വന്നു. ചില കുടുംബ കഥകൾ. ഓക്കെ, ഫൺ സെഗ്മെന്റ് ആണ്. തനിക്കൊരു അനിയത്തിയോ അനിയനോ ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ട് ആര്യ ആദ്യം അമ്മയോട് പറഞ്ഞത് എന്താണ്? എനിക്ക് തോന്നുന്നത് എവിടെങ്കിലും പിടിച്ചു നിന്നോന്ന് അച്ഛൻ പറഞ്ഞിട്ട് എന്തോ ആണ് കോൾ ചെയ്തല്ലേ. സ്റ്റെപ്പിലായിരുന്നു, ഇരുന്നു പോയി, വെണ്ടയ്ക്കാൻ കരിഞ്ഞു. ഞാൻ പാചകം ചെയ്തിട്ട് തന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കും. ആദ്യം അമ്മേനോട് എന്താ പറഞ്ഞേ? അമ്മ അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞു അമ്മ ശരിക്കും ഉള്ളതാണോ, നല്ല രസമായിരിക്കുമല്ലേ? ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന്, അച്ഛൻ ചുമ്മാ പറയുന്നതാന്ന്. ഇതാണ് പറഞ്ഞത് അമ്മ, അല്ലേ? അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അച്ഛൻ കള്ളം പറയാണെന്ന്. അപ്പോഴും എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്നോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ദൂരെ നിക്കണുണ്ടായിരുന്നു മോളെ, ദൂരെ അല്ലായിരുന്നു. അപ്പൊ പെട്ടെന്നൊക്കെ കേറി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടിയായിരുന്നു. ഇതിനൊക്കെ അതറിയില്ലല്ലോ. പക്ഷെ അറിയില്ല. കൊറേ എനിക്ക് ഇതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പെമ്പിള്ളേർ, ഈ നോർത്ത് ഇന്ത്യൻസ് പെമ്പിള്ളേർ മെസ്സേജ് അയച്ചു. ഇങ്ങനെ അമ്മ ഉണ്ടായാലും എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യേണ്ടത്, കൗൺസിലിങ്ങിന് പോയിരുന്നു എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയച്ചവരൊക്കെ ഇതുവരെ സംസാരിക്കാത്തവരും ഉണ്ട്. അങ്ങനെ അത് ശരിയാട്ടോ, അത് ശരിയാ. അതുകൊണ്ടാട്ടോ പറയാൻ. പക്ഷെ കേരളത്തിൽ നമ്മ അങ്ങനെ ചിന്തിച്ചല്ലോ. അതെ, എനിക്ക് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ നമുക്കൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പ്രായമായി കഴിഞ്ഞ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി വരുന്നത് നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ അവരങ്ങനെ ചിന്തിക്കും, അത് നമുക്ക് കാര്യമില്ല. പക്ഷെ അച്ഛൻ വളരെ കൂളായിട്ട് പറഞ്ഞില്ല, എവിടെയെങ്കിലും പിടിച്ചു നിന്നോ നീ പറയാറില്ലേ അതുപോലെ തന്നെ ഗർഭിണിയാണത്, പ്രഗ്നന്റ് ആണ്. അച്ഛൻ വിളിക്കാറില്ല ഫോൺ 4-5 ദിവസമായിട്ട്. എന്റെ ലൈഫില് എന്റെ ഫോണിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകൾ എന്ന് പറയുന്ന അച്ഛൻ്റെയാ. രാവിലെ ഉച്ച വൈകുന്നേരം വെറുതെ വിളിക്കുന്ന അച്ഛനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് തന്നെ, എവിടെയാണെങ്കിലും. അന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛൻ്റെ കോളുകൾ വളരെ കുറവായിരുന്നു.
അതിന്റെ സ്കാനിങ്ങിനൊക്കെ കൊണ്ടുനടക്കുക ഓ അങ്ങനെ പറയാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ, ആര്യയുടെ അമ്മയെയാണോ അതോ പാലുവിന്റെ അമ്മയെയാണോ ആര്യക്ക് കൂടുതൽ ഇഷ്ടം? എന്റെ അമ്മ ആണല്ലേ. ഇതിപ്പോ വെച്ചാൽ ആര്യ അത് വേറെ ഒന്നും അല്ല ചേച്ചി, ഇപ്പൊ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രായത്തിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ദേഷ്യം കൂടിയപ്പോ അമ്മ അറിയാതെ തന്നെ കുറെ പേരോട് സംസാരിച്ചിട്ടുണ്ട്, അമ്മയുടെ ആയുർവേദ ഡോക്ടറോടൊക്കെ. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയാം ഇപ്പോൾ അമ്മയ്ക്ക് പ്രഷറൊക്കെ ഉണ്ട്, എന്നാൽ അമ്മ ദേഷ്യപ്പെടുമായിരിക്കും, കുറച്ചുകൂടെ ദേഷ്യം കൂടും അവരുടെ ശാരീരിക അസ്വസ്ഥത കൊണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇപ്പോൾ ഉള്ള അമ്മ പാലുവിനെ ഒന്ന് ദേഷ്യപ്പെടും, ചിലപ്പോ ഒന്നും ഒരൊറ്റ തല്ലൊക്കെ കൊടുക്കുമ്പോ അമ്മ അറിഞ്ഞോണ്ടല്ല അത് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് കാണുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ വളർത്തിയ അമ്മ എന്ന് പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞ അമ്മ ഭയങ്കര പാവമായിരുന്നു, സുന്ദരി പാവമായിരുന്നു, ഇത്ര മുടിയൊക്കെ ഉള്ള പാവമായിരുന്നു. നല്ല അടി വീക്കൊക്കെ കിട്ടി തന്നെയാണ് ഞാൻ വളർന്നത്. പക്ഷെ പാലുവിന്റെ പ്രായത്തിലുള്ള അച്ഛനും അമ്മ ഒന്നും ഒരു ഇങ്ങനെ ചേട്ടൻ ഇരിക്കണോണ്ടാണ് എല്ലാരും പാവച്ചന ചേട്ടൻ പ്രായത്തിന്റേതായ ഓരോ നല്ല പ്രായമുണ്ട്. ഇപ്പൊ മുടിയൊക്കെ എത്ര വയസ്സുണ്ടാവും? എത്രയുണ്ട്? 45 വയസ്സ്. 45ഓ? അപ്പൊ അമ്മയേക്കാൾ ചെറുതാണോ അച്ഛൻ? 52 10 പ്രായത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ അച്ഛനുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രായം കുറഞ്ഞില്ലല്ലോ, അത് പ്രശ്നമില്ല. ഓക്കെ, പാലു ജനിച്ച ശേഷമുള്ള ആ സമയത്ത് അമ്മയ്ക്ക് പലപ്പോഴും ആര്യയുടെ കൂടെ സ്ഥിരം യാത്ര ചെയ്യാനൊക്കെ പറ്റാതെ വന്നല്ലോ. ആ സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? എനിക്ക് ഒരുപാടുണ്ട്, ഒരുപാട് മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആണ്. ഓക്കെ, ഇനി പാലുവിന്റെ അമ്മ ആര്യാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടോ? എന്റെ ചേച്ചി അതിനെ പറ്റി ഒന്നും പറയണ്ട. ആണ് ശരിക്കും തെറ്റിദ്ധരിക്കുന്നുണ്ട് നല്ലോണം. തെറ്റിദ്ധാരണയല്ല, അങ്ങനെയാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. അമ്മയുടെ അടുത്തൊക്കെ എന്തെങ്കിലും ചോദിക്കാറ്? നമ്മുടെ ഇന്റർവ്യൂ കണ്ടവരൊക്കെ ആണെങ്കിൽ ശരി, അല്ലാതെ ഓരോ കടകളിൽ പോകുമ്പോഴത്തേ മോള് കരയണം കേട്ടോ, അനിയത്തിയാണ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പാലു ഏറ്റവും കൂടുതൽ വഴക്ക് കാണിക്കുന്നതും ചിണുങ്ങുന്നതും ഏത് സിറ്റുവേഷനിലാണ്? എന്ത് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വഴക്ക്? അരിയപ്പാപ്പം പാപ്പം വേണം എനിക്ക്. മിഠായി വെള്ളം ഒരു കുഴപ്പമില്ല അതിനൊക്കെ, അതൊക്കെ കണ്ടാൽ മിണ്ടില്ല. ദേഷ്യം വന്ന മിണ്ടണ്ടെന്ന് പറയാൻ അറിയില്ല, ആര്യം മിണ്ടുണ്ടോ എന്ന് പറയും. ഇതുകൂടി കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ കുഞ്ഞു സെഗ്മെന്റും കൂടി, അല്ലെങ്കിൽ ഇവരെന്നെ ഓടിക്കും. ഓക്കെ, ഇതിൽ 3 പേരും പറയണേ. ഹൂ നോസ് പാലു ബെറ്റർ? പാലുവിനെ ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാവുന്നത്? അതാണ് സെഗ്മെന്റ്. ഓക്കെ, പാലു TV കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുള്ള ഒരു ആക്ടർ ആക്ട്രസ്? മോഹൻലാൽ. ആണോ? മോഹൻലാൽ എന്ന് പറയും, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാ, ഇടയ്ക്കിടയ്ക്ക് പറയും, അത്രേ ഉള്ളൂ. ആര്യ മോഹൻലാൽ എന്ന് പറയാ. ഓക്കേ, അങ്ങനെ. ഓക്കെ, എനിക്കല്ലേ പോയിന്റ്? അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ട്. പ്രോത്സാഹനം. ഓക്കെ, ഇനി പാലു ആരെ കാണുമ്പോഴാണ് പേടിക്കാറുള്ളത്? ഇതിൽ കൂടുതൽ പേടി പാലുവിന് ആരെയാ? ആണുങ്ങളെ കാണുമ്പോ. അച്ഛനൊഴികെയുള്ള ഏത് ആണുങ്ങളെ കണ്ടാലും പേടിയാ. ആണല്ലേ? ഒന്ന് ഭയക്കും പോവാനായിട്ട്. ആണല്ലേ? അല്ലാതെ പാലുവിന് നിങ്ങളുടെ അമ്മേനെയോ ആര്യേനെയോ അങ്ങനെ പേടിയൊന്നും ഇല്ല? അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, വളരെ കൂളായിട്ട് പോകും, വളരെ കൂളാണെന്ന്. ഓക്കെ, പാല് മൂഡ് ഓഫ് ആകുന്നത് എപ്പോഴാണ്? മൂഡ് ഓഫ് ആവുന്നത് എപ്പോഴാണ് അച്ഛൻ മൂഡ് ഓഫ് ആവുന്നത്? പാല് കൂടുതൽ ഇല്ല, പുള്ളിക്ക് എല്ലാരും ഉള്ളതാ പുള്ളിക്ക് സന്തോഷം. പിന്നെ മൂഡ് ഔട്ട് അവളെ ശ്രദ്ധിക്കാതെ വരും. പ്രത്യേകത ഇപ്പൊ ഒരാളെ പരിചയപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേച്ചി വന്ന് അവള് മിണ്ടിന്ന് വിചാരിച്ചു, ചേച്ചി കൊഞ്ചിച്ചു, ഉടനെ ചേച്ചി ആരി, ചേച്ചി മറ്റുള്ളവരെ കൂടെ അങ്ങനെ നമ്മൾ എന്നിട്ട് അവളെ വിളിച്ചോണ്ട് പോകുമ്പോ അവളെ നോക്കിയില്ലെങ്കിൽ അവൾക്ക് വിഷമം. അതാണ് അവളുടെ അറ്റൻഷൻ ഒക്കെ വേണം. ഓക്കെ, എന്ത് കാണിച്ചാലാണ് പാല് കരച്ചിൽ നിർത്തുക? മിഠായി കാണിച്ചാലാണ്? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല, വെറുതെ നിർത്തിക്കോളും, നമ്മൾ മൈൻഡ് ചെയ്യാതെ. ദേഷ്യപ്പെടുമ്പോ വടി എടുത്തു ചട്ടകം പൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ നിർത്തിക്കോളും. ഇപ്പൊ എന്തായാലും പാലു നമ്മളുടെ ലൈഫിൽ വന്നപ്പോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് എന്തായിരിക്കും പാല് ലൈഫിൽ വന്നതോടെ? എല്ലാവരുടെയും ദേഷ്യം, അയ്യോ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും ദേഷ്യമുണ്ട്. എന്നാലും ഒരുപാട് ഒരു സ്ട്രെസ്സിലൂടെ ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുമ്പോ ഇവളുള്ളപ്പോ നമുക്കൊരു ഇപ്പൊ നോക്കുമ്പോ ചിന്തിക്കും, എന്തിനാണ് ഇവളെ ഭഗവാൻ ഇപ്പൊ ഞങ്ങൾക്ക് തന്നാന്ന് തോന്നുമ്പോഴേ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമ്പോ അവളെ കാണുമ്പോ ഒരു സമാധാനം അങ്ങനെ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ആര്യമോഹനം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മളുടെ
മോഹിനിയാട്ടം എക്സ്ക്ലൂസീവ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവരോടും നമ്മൾ മോഹിനിയാട്ടത്തിന്റെ മാത്രം ഒരു സ്പേസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. മോഹിനിയാട്ടം പഠിക്കാൻ ഇഷ്ടമുള്ള ആണെന്നില്ല, പെണ്ണെന്നില്ല, പ്രായപരിധികളില്ല, ഒന്നുമില്ല. ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് പഠിക്കാം. ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമുക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ടെമ്പിൾ ഓർണമെന്റ്സ് ആൻഡ് പ്രാക്ടീസ് സാരീസിന്റെ എന്താ പറയാ കളക്ഷൻസും കൂടെ നമ്മൾ അവൈലബിൾ ആണ്. സോ അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് ഓൺലൈനിൽ പതുക്കെ നമ്മൾ ചെയ്തു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് വലിയ വിശേഷങ്ങൾ ഇപ്പൊ എന്റെ ജീവിതത്തിൽ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.